അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇനി എത്ര ദിവസം ഉണ്ടോ നമ്മുടെ എക്സാമിന്, നമ്മുടെ ഫൗണ്ടേഷൻ എക്സാം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏകദേശം ഒരു 2 ആഴ്ചയോളം ടൈമുണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇനി അവസാനത്തെ ഒരു 10 ദിവസം എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ വരുന്നത്. എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് ജസ്റ്റ് സജഷൻ തരാനേ പറ്റൂ, നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കരുതാ സർ ഇനി എനിക്ക് 10 ദിവസം ഇന്നേന്ന് തുടങ്ങി ഒരു 10 ദിവസം കൊണ്ട് ഇത് ഫുള്ള് പഠിച്ച് പാസ്സാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഇതുവരെയൊക്കെ എന്തൊക്കെയോ, അതായത് നല്ലൊരു പെർസെൻറ്റേജ് പോർഷൻ കവർ ചെയ്തും അതേപോലെ റിവിഷൻ കഴിഞ്ഞവർക്കുമൊക്കെ ഇനിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് എക്സാമിന് പഠിച്ചിട്ട് പോയിട്ടുള്ള കുട്ടികൾ തോറ്റിട്ടുണ്ട്. എക്സാമിന് പഠിച്ചിട്ട് പോയിട്ടുള്ള കുട്ടികൾ തോറ്റിട്ടുണ്ട്, കുറേ പേര് തോറ്റിട്ടുണ്ട്. നല്ലൊരു പെർസെൻറ്റേജ് എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ എക്സാമിന് തോക്കാറുണ്ട്. അതായത് 100 പേര് എഴുതി കഴിഞ്ഞാൽ 85ഓളം കുട്ടികളാണെങ്കിൽ ഫെയിൽ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചിട്ട് റിവിഷനും കൂടെ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വെറുതെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ എക്സാമോ ഇന്റർ ലെവൽ എക്സാമോ എന്ന് പറഞ്ഞ് എഴുതാൻ പോകരുത്. നിങ്ങൾ എപ്പോഴും റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു റിവിഷൻ ഫേസ് ആണ്. റിവിഷൻ നടത്തി ഈ ഒരു സമയത്താണ് നിങ്ങൾ റിവിഷൻ നടത്തി മോർ നമ്പർ ഓഫ് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ടൈമാണിത്. ഇപ്പം അക്കൗണ്ട്സ് ആണെങ്കിലും ലോ ആണെങ്കിലും കോൺസ് ആണെങ്കിലും 4ാമത്തെ പേപ്പറായുള്ള എക്കണോമിക്സ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളും അതേപോലെ തന്നെ റിവിഷനും ചെയ്യേണ്ട ടൈമാണ് ഇനിയുള്ള ഒരു 10 ദിവസം. ഓക്കെ, യെസ്. നമുക്ക് എന്നാലും ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങളാണെങ്കിൽ ഈ വെയിറ്റേജ് CA ഫൗണ്ടേഷൻ്റെ വെയിറ്റേജ് ICAI തന്നെ പുറത്തുവിട്ടിട്ടുള്ളൊരു വെയിറ്റേജ് ആണിത്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിലാണെങ്കിൽ 10th 11th അതായത് പാർട്ണർഷിപ്പ് ആൻഡ് LLP അക്കൗണ്ട്സിൽ നിന്നും അതേപോലെ കമ്പനി അക്കൗണ്ട്സിൽ നിന്നും ഏകദേശം 15 to 20% മാർക്കിന് ചോദ്യം വരാം. അതായത് ആ ഒരു 2 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 40-45 മാർക്കിന് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. പക്ഷേ ആ 45 മാർക്ക് നിങ്ങൾക്ക് കോരിയെടുക്കാൻ പറ്റുമോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കറക്ഷൻ പ്രോസസ്സ് പോലെ ഇരിക്കും, ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി പോലെ ഇരിക്കും, നിങ്ങളെ എഴുതി വെക്കുന്നത് പോലെ ഇരിക്കും. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? നിങ്ങൾ റിവിഷൻ നടത്തി, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതിൻ്റെ ആൻസർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ICAI മെറ്റീരിയൽ അല്ലെങ്കിൽ റെഫറൻസ് ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഇത്രയും എഴുതിയിട്ടുള്ളൂ, പക്ഷെ എന്തൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാമായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. എന്താണ് ഞാൻ മിസ് ഔട്ട് ചെയ്തത്? നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി എന്താണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും വിലയിരുത്തണം. പിന്നെ 7, 8, 9 ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം 20 to 25% വരുന്നുണ്ട്. പിന്നെ 2 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. 30 തൊട്ട് 35 മാർക്ക് വരെ വരാൻ ചാൻസ് ഉള്ളത് ആ ഒരു ടോപ്പിക്സിൽ നിന്നാണ്. 2, 3, 4, 5 and 6. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എവിടെ നിന്ന് കിട്ടാം, അതെപ്പോഴും നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴും അത് ഫോക്കസ് ചെയ്ത് വേണം അതിനൊരു അപ്രോച്ച് ചെയ്യേണ്ട. എന്നുവെച്ചാൽ എന്താ, കൂടുതൽ അത് റിവൈസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ എഴുതി ചെയ്യണം. വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി ആൻസർ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ എഴുതിയാണ് അവിടെ വെക്കുന്നത്. നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് നിങ്ങൾ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെക്കണം. കുറേ എഴുതി പഠിച്ചേ പറ്റുള്ളൂ മക്കളെ. ഈ ലാസ്റ്റ് 10 days നിങ്ങൾ അതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, എഴുതി വെക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ ബിസിനസ് ലോ പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. നിങ്ങൾ ചുറ്റി എടുത്ത് വെച്ചിട്ട് ബെഞ്ചിൽ തട്ടി നിങ്ങൾ ജഡ്ജ്മെൻറ്റ്സ് എഴുതാനല്ല അവിടെ വരുന്നത്. നിങ്ങൾ അവിടെ ജഡ്ജല്ല, നിങ്ങൾ ഒരിക്കലും ഒരു ജഡ്ജല്ല. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. എന്താണോ ICAI മെറ്റീരിയൽ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ
ഫാക്കൽറ്റി തന്നിട്ടുള്ള കണ്ടന്റിലുള്ളത് അത് ബേസ് ചെയ്തുള്ള ആൻസേഴ്സ് ആണ് അവിടെ വേണ്ടത്, ജഡ്ജ്മെൻറ്റ്സ് അല്ല. നിങ്ങൾ അവിടെ ഒരു ജഡ്ജി പേഴ്സൺ ആയിട്ടല്ല ഇരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ അതിന് ആൻസർ കൊടുക്കും? ICA മെറ്റീരിയൽ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിങ്ങളായിട്ടുണ്ടാക്കുന്ന ആൻസേഴ്സ് ആർക്കും വേണ്ട, മാർക്ക് കിട്ടത്തില്ല. കൂടുതലും പേരും ഫെയിൽ ആവുന്നത് അവിടാണ്. നിങ്ങളൊരു ജഡ്ജാവുമ്പോൾ നിങ്ങളവിടെ, ഞാൻ ആ തരത്തിലുള്ള ജഡ്ജല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾ എക്സാമിന് അവിടെ ഒരു ജഡ്ജിനെ പോലെ ബിഹേവ് ചെയ്യുമ്പോഴാണ് കൂടുതലും പേർക്കും മാർക്ക് പോകുന്നത്. ഞാൻ പല കുട്ടികളും പറയുന്ന കണ്ടിട്ടുണ്ട്, അതെ ഞാൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സാർ, ബട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 40-ൽ താഴെയേ ഉള്ളൂ. കാരണം എന്താ? നിങ്ങൾ നല്ല കോൺഫിഡൻസിൽ അവിടെ പോയി തള്ളി വെക്കും, ആ തള്ളെല്ലാം തിരിച്ച് തള്ളിത്തരും, അതാണ് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചാപ്റ്റർ 2 നോക്കുക, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. 20 തൊട്ട് 30% വരെ, 30 മാർക്ക് വരെ കിട്ടാം. 20 തൊട്ട് 30 മാർക്ക് വരെ അവിടെ നിന്ന് കിട്ടാം. അതേപോലെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ചാപ്റ്റർ 6 കമ്പനി ആക്ട് 15 to 20 വരാം. അതേപോലെ 3, 4, 15 to 20 അവിടെ എല്ലാം നമുക്ക് ഹൈ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ബിസിനസ് ലോണിൻ്റെ കാര്യത്തിൽ മേജർ ഫാക്ട്, നിങ്ങളാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് അതെടുത്തിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റെഫറൻസ് ആൻസർ നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം, ആ എക്സ്ട്രാ പോയിന്റ്സ് ആണ് നിങ്ങളെ എക്സാമിന് ജയിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അല്ലാതെ ഇനി ഒന്നേന്നിരുന്ന് പഠിച്ചിട്ട് ജയിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അപ്സ്കില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ ഈ ഒരു 10 ദിവസം നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഷുവർ ഷോട്ടാണ്. നിങ്ങളെ ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കുമോ അതിലിരിക്കും നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട്. അപ്പം ഇതും എഴുതി തന്നെ ചെയ്യുക, വെറുതെ വായിച്ചിട്ടുണ്ടിരിക്കല്. വായിക്കുന്നതിൻ്റെ കൂടെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക. നിങ്ങളിപ്പം കുറേ പ്രീവിയസ് ഇയർ, നമ്മുടെ ICA വെബ്സൈറ്റിൽ തന്നെ അത് അവൈലബിൾ ആണ്, പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്ക്. എന്നിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ, എപ്പോഴും ഏത് ടോപ്പിക്കിൽ നിന്നാണ് ബേസ് ചെയ്താണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ കിട്ടും, ഉറപ്പാണ്. യെസ്, ഇനി നമ്മുടെ പേപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ 3. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മാത്സ് പോർഷൻ എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് നിങ്ങൾക്ക് 13 തൊട്ട് 15 മാർക്ക് വരെ, 14 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ ആനുവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നാണ് കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നാലും അതായത് ആ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആനുവിറ്റി എന്നാണ് കൂടുതൽ പെർസെൻറ്റേജ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് അറിയണം, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 20 തൊട്ട് 30 മാർക്ക് വരെ നിങ്ങൾക്ക് ചോദ്യം വരാം. അതായത് 20 തൊട്ട് 30 മാർക്ക് വരെ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ വർഷം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഇനിക്വാളിറ്റീസിൽ നിന്ന് വളരെ കുറച്ച് പെർസെൻറ്റേജ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. കൂടുതലും വന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, സെറ്റ്സ്, റിലേഷൻസ്, പിന്നെ ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 30 തൊട്ട് 50% വരെ വരാം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് നിങ്ങൾക്ക് 7 തൊട്ട് 8 മാർക്ക് വരെ വരാം. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നും നിങ്ങൾക്ക്, അതായത് വേരി ചെയ്യാം. ചില സമയത്ത് പെർമ്യൂട്ടേഷനിൽ നിന്നായിരിക്കും കൂടുതൽ വരുന്നത്, അതേസമയം അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ കുറയും. അതേപോലെ ബാക്കിയുള്ള 2 ചാപ്റ്ററിൽ ഏതിലാണോ വെയിറ്റേജ് ആ ഒരു അറ്റംപ്റ്റ് കൂടുതൽ വരുന്ന അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവരുടെ വെയിറ്റേജ് വരിക. അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് കൂടെ ചേർത്തിട്ട് 30 തൊട്ട് 50% എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണത്തിൽ കൂടി കഴിഞ്ഞാൽ അടുത്തടുത്ത് കുറയും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്നത് ചാപ്റ്റർ 4 ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലാണ് നമുക്ക് 30 തൊട്ട് 40% വരെ ചോദ്യം വരാം. ഓക്കെ, അതായത് 16 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷോർട്ടായിട്ട് വരുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ഇവിടെ പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷനിൽ നിന്നാണ് കൂടുതൽ പെർസെൻറ്റേജിൽ മാർക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 7 മാർക്കോളം ബ്ലഡ് റിലേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഡയറക്ഷൻ ടെസ്റ്റും എല്ലാം നമുക്കൊരു 4 തൊട്ട് 5 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ബ്ലഡ് റിലേഷന് 7 മാർക്ക് വരുവാണെങ്കിൽ ബാക്കി ഏതെങ്കിലും 2 ചാപ്റ്ററിലൊക്കെ ചിലപ്പോൾ 4 ഒക്കെ ആയിരിക്കും വരിക. അങ്ങനെ വേരി ചെയ്യാം. യെസ്, പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കയറി കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് നമ്മുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ. നമുക്ക് 17, 18 മാർക്ക്, 14 തൊട്ട് 17 മാർക്ക് വരെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇവിടെ പറയുന്നുണ്ടോ,
45 to 50%. അതായത് 20 മാർക്കോളം ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാം. അപ്പം പക്ഷേ അതിൻ്റെ അകത്ത് 13 തൊട്ട് 17 വരെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ്, അതായത് 14th ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ, മറ്റേതുമായിട്ട് ഇന്റർ റിലേറ്റഡാ. ആകെ എക്സ്ട്രാ വരുന്നത് സാമ്പിളിംഗ് തിയറിയാണ്. സാമ്പിളിംഗ് തിയറി എന്തായാലും 1 മാർക്കൊക്കെ വന്നേക്കാം. പക്ഷെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷനിലെ ഗ്രാഫ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്റർ 14 പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റിയും തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനും നിന്നും കൂടെ ചേർത്തിട്ട് 25 തൊട്ട് 30, അതായത് ടോട്ടൽ ഇവ രണ്ടും കൂടെ ചേർത്ത് 12 മാർക്കോളം വരാം. അപ്പോൾ കൂടുതലും പെട്ടെന്ന് കിട്ടുന്നതാണ്. എല്ലാം ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ഫോർമുലാസ് ആണ്. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വരാൻ പറ്റും. പിന്നെ 4 തൊട്ട് 5 മാർക്ക് വരെ നമ്മുടെ കോറിലേഷനും റിഗ്രഷനിൽ നിന്നും വരാം. അതേപോലെ 4 തൊട്ട് 5 മാർക്ക് വരെ ഇൻഡെക്സ് നമ്പേഴ്സിൽ നിന്നും വരാം. ഇതിലെല്ലാം ഡയറക്റ്റ് ഇക്വേഷൻ ഇടുവാണ്, ഫോർമുലയിൽ ഇടുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോർമുലാസ് മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യുക. ഈ ഒരു 10 ദിവസത്തിൽ മാക്സിമം സ്റ്റാറ്റ്സിലെയും ഫോർമുലാസ് മാക്സിമം റിവൈസ് ചെയ്യുക. റെക്കറിങ് ആയിട്ട് റിവൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാൽക്കുലേഷൻ ട്രിക്സ് നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതണം, ഷുവറായിട്ട് എഴുതണം. നിങ്ങൾ വിചാരിക്കുമോ എനിക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ എക്സാം അങ്ങോട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 80ഉം 90ഉം ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ചെന്നിട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 40ഓ 50ഓ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഈ 10 ദിവസത്തിൽ നിങ്ങൾ റിവിഷന് ഞാൻ പറഞ്ഞ പോലെ എക്സാം ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, മോക്ക് എക്സാംസ് എഴുതുക. അത് തന്നെ ധാരാളം. ഫൈൻഡ് യുവർ മിസ്റ്റേക്സ്, അത് സോൾവ് ചെയ്യുക. മിസ്റ്റേക്സ് സോൾവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 10 ദിവസത്തെ നിങ്ങളുടെ സിയർ ജേണിയിലേക്കൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് കാര്യമാണ് റിവിഷൻ, മോക്ക് എക്സാംസ്, സോൾവിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ദെൻ കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. 4 കാര്യം. ഓക്കെ, അടുത്ത നമ്മുടെ 4ാമത്തെ പേപ്പർ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും അതായത് മൈക്രോ നിങ്ങൾക്ക് പൊതുവെ എളുപ്പമാണെന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പറയാറ്. മാക്രോയിലും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മൈക്രോ ആണോ മാക്രോ ആണോ ഡിഫിക്കൽട്ടി, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മോർ നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക്സ് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. നിങ്ങൾ ഫാസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലേ, അത് ഏറ്റവും കൂടുതൽ വർക്കാവാൻ പോകുന്ന എക്കണോമിക്സിലാണ്. ഫാസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് എടുത്ത് വായിക്കുക. 3/4 മണിക്കൂറിൽ എൻറ്റയർ ചാപ്റ്റർ വായിച്ച് തീർക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് എത്രമാത്രം വായിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ വായിക്കുക ഫാസ്റ്റ് റീഡായിട്ട്. നല്ല കുറേ നേരം നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ MCQ കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ സച്ചിൻ ഞാനാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വിരാറ്റ്, പെട്ടെന്ന് നമുക്ക് കോഹ്ലി എന്ന് വരത്തില്ലേ, വിരാട് കോഹ്ലി, അത് വരില്ലേ, അങ്ങനെ വരില്ലേ. അതേപോലെ നിങ്ങൾ കൂടുതൽ ഫാസ്റ്റ് റീഡ് ചെയ്ത് നിങ്ങൾ റിവിഷൻ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറ്റുക, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഇതാണുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അതാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. റിവിഷൻ ടെക്നിക്ക് അതാണ്, ഫാസ്റ്റ് റീഡ് ചെയ്ത് റിവൈസ് ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഡെഡിക്കേഷൻ കൊടുക്കണം, നിങ്ങളുടെ ഹാർഡ് വർക്ക്. അതേപോലെ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർ പാസ്സാവും, പിന്നെ IQ കുറച്ച് കൂടുതലുള്ള പിള്ളേരും പാസ്സാവും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്. എൻ്റെ വീക്ക്നെസ് ഇതാണ്, എൻ്റെ സ്ട്രെങ്ത് ഇതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് പാസ്സാവും. അതായത് എനിക്ക് കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പാസ്സാവാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഈ ഒരു 10 ദിവസം ചെയ്യാൻ പാടില്ലാത്തത്, ഒരു സബ്ജക്റ്റിനെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം വായിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ലോ ഭയങ്കര എളുപ്പമാണ് എന്നും വെച്ചിട്ട് ലോ മൊത്തത്തിൽ തട്ടിക്കളയരുത്. ഈ 10 ദിവസം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ലോയും വായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ് യു. യെസ്, അത്രയും കാര്യമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യുടെ വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് ഫുൾ അപ്ലോഡ് ആകും. ദെൻ അത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് വേണ്ട, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ്
താങ്ക് യു ഫ്രം അറിവ് ഫ്രോം മലയാളം. മൈ നെയിം ഇസ് നിതിൻ.